ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എക്സ്റ്റീരിയറിനും ഇൻറ്റീരിയറിനും ഒരുപോലെ പ്രാധാന്യം കൽപ്പിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു വീടാണ്. വീടിൻ്റെ കോമ്പൗണ്ട് വാളാണ് നിങ്ങൾ കാണുന്നത്. ഗേറ്റ് ചെയ്തിട്ടുള്ളത് GIയിലും HPL ഷീറ്റിലും ആണ്. 3000 സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത്. ടോട്ടൽ കോസ്റ്റ് 85 ലക്ഷം രൂപയായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം വരുന്നുണ്ട്. ഗേറ്റ് കടന്ന് വരുന്ന ഭാഗത്ത് മുറ്റത്ത് കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ താന്തൂർ സ്റ്റോണും ഇടയിലായിട്ട് കോബിൾ സ്റ്റോണും ചെയ്തിട്ടുണ്ട്. ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ക്യൂഗിൾ ആർക്കിടെക്ട്സ് ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ എലിവേഷൻ നോക്കാം. ഇവിടെ ഫ്ലാറ്റ് റൂഫും സ്ലോപ്പ് റൂഫും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ടെക്സ്ചർ പെയിന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോ വാളും വീടിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് പോർച്ചാണ്. സെൻട്രൽ പോർഷനിലായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിന് മുകളിലായിട്ട് ബാൽക്കണി വരുന്നുണ്ട്. ഈ ഒരു ബാൽക്കണിക്ക് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുള്ളത് എലിവേഷനിൽ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട്. ടഫൻഡ് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് ചെയ്തിട്ടുള്ളത്. പോർച്ചിൻ്റെ പില്ലറിൽ കൊടുത്തിട്ടുള്ളത് ക്ലാഡിംഗ് ടൈലാണ്. 330x360 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇനി സിറ്റ് ഔട്ട് നോക്കാം. ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു വർക്ക് വീടിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട്. ടെക്സ്ചർ പെയിന്റ് ചെയ്ത് അവിടെ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിന് താഴെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റെപ്പാണ് വരുന്നത്. ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്കായിട്ട് 2 സിംഗിൾ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 സൈഡിലായിട്ട് വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഡോറ് ഡബിൾ ഡോർ ആയിട്ട് സിമ്പിൾ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഷട്ടർ കാലിലും ഒരു ഷട്ടർ മുക്കാലിലും ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ 2 ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് 400x857 സൈസിൽ വരുന്ന ഒരു വലിയ ഹാളിലേക്കാണ്. ഈ ഒരു ഹാളിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡൈനിങ്ങും സ്റ്റെയറും വന്നിട്ടുള്ളത്. ഈ ഒരു ഹാളിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ലെഫ്റ്റ് സൈഡിലോട്ടായിട്ട് കിച്ചൺ, ഒരു ബെഡ്റൂം എന്നിവയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. വീട്ടിലേക്ക് കടന്നു വരുന്ന ഭാഗത്തുള്ള സീലിംഗ് ആണ്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതും മൾട്ടിവുഡിലാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ലിവിങ് പരിചയപ്പെടാം. ഇവിടെ ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒന്ന് ഉയർത്തിയിട്ടാണ് കേട്ടോ. ഒരു സ്റ്റെപ്പിൻ്റെ കനത്തിലാണ് ഉയർത്തിയിട്ടുള്ളത്. താഴെ പെബിൾ സ്റ്റോൺ വിരിച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഡോറും സ്ലൈഡിംഗ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറൈൻ പ്ലൈവുഡ് വിത്ത് ടഫൻ ഗ്ലാസ് ആണ്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ. കടക്കുന്ന ഭാഗത്ത് മഹാഗണി വുഡാണ് ചെയ്തിട്ടുള്ളത്. 426x300 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സിമ്പിളായിട്ടുള്ളൊരു ടീ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഭംഗിയുള്ളൊരു കോർണർ സെറ്റിയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോഫയ്ക്ക് അഭിമുഖമായിട്ട് ഇവിടെ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാള് മൊത്തം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു കോർണറിലായിട്ടും വലിയൊരു ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയിലായിട്ട് എങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തത് ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡൈനിങ് ഏരിയ നോക്കാം. എട്ട് കുഷ്യൻ ചെയറുകളോട് കൂടിയിട്ടുള്ള ഒരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടേബിളിൻ്റെ ടോപ്പിൽ വന്നിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ മാർബിളാണ്. ഈ
ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ വരുന്നത് കാരണം മറ്റൊരു ഡിസൈനും ഇവിടെ ആവശ്യമില്ല കേട്ടോ. സ്റ്റെയർ അത്രയും ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് സീലിങ്ങിൽ വന്നിട്ടുള്ളത് മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മുകൾ ഭാഗത്ത് ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ കട്ടിങ് കൊടുത്ത് ഗ്ലാസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വെളിച്ചം നല്ല രീതിയിൽ എത്തുന്നുണ്ട് കേട്ടോ. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്ത് കൊടുത്ത റിംഗ് ഡിസൈന് കാരണം കൂടിയാണ്. ഇനി ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാളിൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു ബേസിനാണ്. ഈ ഒരു ഭാഗത്ത് ബേബി ബോക്സ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഈ ഒരു ഏരിയയിലാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗം വാള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അറബിക് ഡിസൈൻ കൊടുത്ത് അതിനകത്ത് നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് മഹാഗണിയിലാണ്. ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് കട്നി മാർബിൾ ആണ് കേട്ടോ. 426x365 റൂമിൻ്റെ സൈസ് വരുന്നത്. ജിപ്സം സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാളിൽ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡ് വർക്കാണ്. ഈ ഒരു ഭാഗത്ത് സീലിങ്ങിലായിട്ട് സിലിണ്ടർ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലേക്കായിട്ടും ഒരു ഷെൽഫും അതുപോലെ ഒരു ടേബിളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കും ഒരു സ്റ്റഡി ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. സ്റ്റഡി ടേബിളായിട്ടും വർക്കിംഗ് ടേബിളായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പ്ലൈവുഡിൽ ചെയ്തിട്ടുള്ള കോട്ടാണ്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഹെഡ് ഭാഗത്ത് കുഷ്യനാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെക്സ്ചർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ റൂമിലേക്ക് കടക്കുന്ന ഡോറ് തുറക്കുന്ന ഭാഗത്ത് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു പാർട്ടീഷനായിട്ട് ഗ്ലാസ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേറ്റഡ് ആയിട്ടാണ് വാർഡ്രോബ്സും കബോർഡ്സൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത്. ഫുൾ ലെങ്ത് വരുന്ന മിററാണ് കേട്ടോ. ഒരു കുഞ്ഞു ഷെൽഫും അതിനോട് കൂടെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. FRP ഡോറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. (243x152) ഇതിൻ്റെ സൈസ് വരുന്നത്. വുഡൻ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വാളിലും ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വാഷ് ബേസിൻ വരുന്നുണ്ട്. താഴെ ഷെൽഫ് വരുന്നുണ്ട്. അതുപോലെ ഒരു ഓവൽ ഷേപ്പിലുള്ള മിററാണ് നൽകിയിട്ടുള്ളത്. മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂം കാണാം. നമ്മൾ ഫസ്റ്റ് കടന്നു വരുന്ന ഭാഗത്ത് ആ ഒരു ഷെൽഫ് കാണുന്നില്ലേ, അവിടെയാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. 395x385 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോട്ടിൻ്റെ ഹെഡ് വാൾ മൊത്തം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്ചർ ഉപയോഗിച്ചിട്ടുണ്ട്. പാനൽ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങും നല്ല ഭംഗിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ സീലിംഗ് ഡിസൈനുകൾ നോക്കിക്കോളൂ കേട്ടോ. വാർഡ്രോബ് ഡിസൈൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഈ ഒരു വാർഡ്രോബിൻ്റെ കോർണറിലായിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. കയറുമ്പോൾ തന്നെ നമുക്ക് അട്രാക്ഷൻ തോന്നുന്നത് ഈ ഒരു മിറർ തന്നെയാണ്. ഈ ഒരു ഭാഗം
വുഡൻ ടൈപ്പ് ടൈല് യൂസ് ചെയ്തിട്ടുണ്ട്. പകുതി ഭാഗം ഗ്ലോസി ടൈപ്പ് നോർമൽ ടൈലാണ് വന്നിട്ടുള്ളത്. 243x152 സൈസിലാണ് വരുന്നത്. അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചണ് കാണാം. സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചണ് വരുന്നത്. ഈ ഒരു ഭാഗം വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു അറബിക് ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. കിച്ചണിൻ്റെ ഡോറാണ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. 395x250 സൈസിൽ ഒരു ഷോ കിച്ചണും, ഇത് കൂടാതെ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ വരുന്നുണ്ട്. കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു സ്റ്റോർ റൂമും വരുന്നുണ്ട്. ഒരു ചെറിയ പാർട്ടീഷൻ കൊടുത്തിട്ടാണ് വർക്കിംഗ് കിച്ചൺ ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ഒരു സ്റ്റോർ റൂം നോക്കാം. പിന്നെ കിച്ചൻ്റെ ഈ ഒരു വാൾ ടൈല് നോക്കിക്കോളൂ കേട്ടോ. ഒരു വൈറ്റ് ഷെയ്ഡിലാണ് ഒരു യെല്ലോ ഡിസൈൻ അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള ടൈലുകളൊക്കെ ചിലപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യാനൊരു മടി ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട്. 132x152 സൈസിലാണ് ഈ ഒരു സ്റ്റോർ റൂം വന്നിട്ടുള്ളത്. മൾട്ടിവുഡിലാണ് ഈ ഒരു സ്റ്റോറേജ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു ഫോൾഡിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി കബോർഡ് ഡിസൈൻ നോക്കാം. ഫസ്റ്റ് വരുന്നത് ഒരു ക്രോക്കറി യൂണിറ്റ് ആണ്. അപ്പർ ക്യാബിനറ്റ് ശ്രദ്ധിച്ചോളൂ. എവിടെയായിട്ടും സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൽ ഷേപ്പിലാണ് കബോർഡ് വന്നിട്ടുള്ളത്. സെൻറ്റർ പോർഷനിലായിട്ട് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ട് സിങ്ക് ആണ്. വെന്റിലേഷന് വേണ്ടിയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഗ്ലാസ് ഡോർ വരുന്ന 2 ക്യാബിനറ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗത്താണ് ഹുഡാനോബ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെ ഡ്രോവറുകൾ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കട്ട്ലറി ബോക്സ് ആണ്. ഇവിടെയായിട്ട് ഒരു ഓയിൽ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന് അകത്ത് ഒരു തട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഓവണിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് നിന്ന് കടന്നു കഴിഞ്ഞാലാണ് വർക്കിംഗ് ഏരിയ വരുന്നത്. ഇതിനകത്ത് വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതാ ഇവിടെ ഒരു റോളിംഗ് ഷട്ടറാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്താണ് മിക്സിക്കും മറ്റും പോയിന്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊക്കെ കബോർഡ്സ് ഈ ഒരു രീതിയിലാണ് വരുന്നത്.
ഇവിടെയായിട്ട് ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റീൽ സിങ്കാണ്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടാപ്പാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടും ഡ്രോവറുകൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്കാണ് വിറകടുപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റീലിൻ്റെ വിറകടുപ്പാണ്. ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊരു ഓപ്പൺ ഷെൽഫും വരുന്നുണ്ട്. ഇനി നമുക്ക് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോർ ആണ്. സ്റ്റെയർ ഡിസൈൻ നോക്കിക്കോളൂ. താഴെ സ്റ്റെപ്പ് ഒരല്പം വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ്. ടഫിൻ്റെ ഗ്ലാസ്സും ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിൽ ലെതർ ഫിനിഷിംഗ് ഗ്രാനൈറ്റ് ആണ്. നമ്മൾ കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ഒരു ഭാഗത്ത് സീലിംഗ് ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുകളിലെത്തിക്കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്കുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ് ഇവിടെ വരുന്നത്. ഒരു റിംഗ് ഡിസൈന് ഈ ഒരു ഭാഗത്തേക്കും നല്ലൊരു വ്യൂ കൊടുക്കുന്നുണ്ട്. ഇനി സ്റ്റെയർ കയറി വരുന്ന ഭാഗത്താണ് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമിന് മുകളിലായിട്ട് വരുന്ന റൂമാണ്. ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. സീലിംഗ് ഈ ഒരു രീതിയിലാണ്. സെപ്പറേറ്റ് ആയിട്ട് ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്താണ് മിറർ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ് കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. ഈ ഒരു ബാത്റൂമും അത്യാവശ്യം വലുപ്പം വരുന്നുണ്ട്. ഇതിനകത്തും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ബാത്റൂമിലും വുഡൻ ടൈപ്പ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനോട് ചേർന്ന് തന്നെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ ഫർണിഷിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. കർട്ടൻ റോമൻ ബ്ലൈൻഡ്സ് ആണ്. നേരെ കാണുന്നത് ബാൽക്കണിയാണ്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം ആണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂമിൽ റൂഫ് സ്ലോപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ വാളിൽ ഇതുപോലൊരു ചെറിയ ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള ഭംഗിയുള്ളൊരു വാർഡ്രോബ് ഡിസൈനാണ്. ഇനി ഈ ഒരു കോർണറിലാണ് ബാത്റൂം വരുന്നത്. കിടക്കുന്ന ഭാഗത്താണ് ഇവിടെ വാഷ് ബേസിൻ വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇവിടെയും സീലിംഗ് വരുന്നുണ്ട്. ഇനി വരുന്നത് ബാൽക്കണിയാണ്.
സീലിങ്ങിൽ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാൽക്കണിയും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ ബൈ.